പൊന്നോ മിന്നോ ഉപ്പച്ചെടുക്കേടി പോയി. മുജീബാക്കും കുറച്ച് ആൾക്കാരും വന്നേന്ന് അവരും ഉപ്പച്ചിനും കൊണ്ടുപോയി. ആ കോമോ സീനത്തിനെ നോക്കാനൊരു പെണ്ണിനെ കിട്ടണ്ടേന്നു. അപ്പൊ ഈ 2-3 ആൾക്കാർ ഇവിടെ വന്നു നോക്കി. ആയിട്ടൊക്കെ ഒന്നും ഓൾക്ക് ഉത്സവത്ത് പോരാ. ഇനി നല്ല വല്ല ചെറുപ്പക്കാരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞയച്ചിക്കൊണ്ടിച്ച് ഒന്ന് നോക്കോണ്ടി. ആയിക്കോട്ടെ. എന്താച്ചാലേ ഓളെ കാര്യങ്ങൾ നോക്കാൻ ഞമ്മക്ക് വേറെ ആരും ഇല്ലല്ലോ. അപ്പൊ ഓൾക്കും ഇങ്ങനെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിലും വേറെ വെള്ളിച്ചം കാട്ടണമെങ്കിലും ഒക്കെ ഒരാള് വേണ്ടേ. ഈ ചെറിയ കുഞ്ഞു പൈതങ്ങൾ കൊണ്ട് അതൊന്നും കഴിച്ചൂലല്ലോ. അതുകൊണ്ടാണ് ആരെങ്കിലും ഒന്ന് കിട്ടുമോ നോക്കോണ്ടി. ഞാനൊന്ന് നോക്കട്ടെ. ഉപ്പച്ചി ചായ കുടിച്ചെങ്ങാണ്ടാ പോയിക്കണത്? ഉമ്മാന്റെ കുട്ടികൾ എന്തെങ്കിലും കഴിച്ചോ? ഞങ്ങളൊക്കെ കഴിച്ചു. സിനുവാ എന്തമ്മാ? ഉമ്മാന്റെ കുട്ടിയെ രാവിലത്തെ മരുന്നെടുത്ത് കുടിച്ചേക്കണോ? ഇല്ലമ്മ, ഞാൻ കുടിച്ചിട്ടില്ല. കുടിച്ചോളേ. ഉമ്മാന്റെ കുട്ടിയെ വേഗം പോയാണ്ട് ആ മരുന്നെടുത്ത് കുടിച്ചാണി. ഇല്ലെങ്കിലേ റെയിം ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇമ്മാക്ക് അയക്കാര അതിന്റെ ചീത്ത മൊയ്മനും കേൾക്കുക. ഉമ്മാന്റെ കുട്ടി വേഗം മരുന്നൊക്കെ കുടിച്ചത് ഏതായാലല്ലേ ഇതിലൊക്കെ നടക്കാൻ പറ്റുള്ളൂ. ഉമ്മാന്റെ കുട്ടിക്ക് ഈ കുട്ടികളെ എത്ര വേണ്ട കുട്ടീനെ നോക്കിക്കൊണ്ടിരിക്കുക. 2 മാസം കഴിഞ്ഞാൽ ഓരോ സ്കൂളിൽ തുറക്കും. അപ്പൊ ഉമ്മ ഉണ്ട് കോമൂനോട് ഒരു ആളെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഓന് കൊണ്ടുവരട്ടെ. അവന്റെ കുട്ടി വേഗം പോയാണ്ട് ആ മരുന്നെടുത്ത് കുടിച്ചാ ചെല്ലേ, അല്ലാതെ ശരിയാവൂല. കുഞ്ഞോ 6-7 കൊല്ലായില്ലമ്മ ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്. വലിയ പ്രതീക്ഷയൊന്നുമില്ല. അങ്ങനൊന്നും പറയല്ല മോളെ. അങ്ങനൊന്നും പറയണ്ട. മരുന്ന് കുടിച്ചാ ഭേദാവുന്നല്ല എന്നോട് ഡോക്ടർ പറഞ്ഞത്. ഇനി പടച്ച റബ്ബിനോട് നമ്മള് ഡോരക്കുക, അല്ല പെത്ത നമുക്ക് കഴിക്കുക. ഉമ്മാന്റെ കുട്ടി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. മരുന്ന് നല്ല ശരിക്ക് കുടിച്ചാൽ മാത്രം മതി.